അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ പല ആളുകൾക്കും ശത്രുക്കളുള്ള ആളുകളുണ്ട് അല്ലേ? ശത്രുക്കളുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് നിന്ന കൂട്ടുകാരനായിട്ട് നിന്ന ആളായിരിക്കും പിന്നെ ശത്രുക്കളായിട്ട് മാറുക. അപ്പം നമ്മൾ ആരോടും അധികം ബന്ധം സ്ഥാപിക്കരുത്. ബന്ധം ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് ശത്രുത ഉണ്ടാവുന്നത്, ശത്രുക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ശത്രുവിൻ്റെ അരികിൽ നിന്ന് നമുക്ക് സമ്പാദ്യം കിട്ടും. അതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. നമുക്ക് നമ്മുടെ ശത്രു ഉണ്ടാവുമല്ലോ, ആ ശത്രുവിൻ്റെ അരികിൽ നമുക്ക് എന്താകും? സമ്പാദ്യം കിട്ടും. അത് ഏത് സ്വപ്നം കണ്ടാലാണ് ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് നോക്കാം. പാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാമ്പിനെ തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കറുത്ത പാമ്പിനെ കണ്ടാൽ, മഞ്ഞപ്പാമ്പിനെ കണ്ടാൽ, വെളുത്ത പാമ്പിനെ കണ്ടാൽ, പാമ്പ് വീട്ടിൻ്റെ ഉള്ളിൽ കണ്ടാൽ, പാമ്പിനെ വിരിപ്പിൻ്റെ മുകളിൽ കണ്ടാൽ, പാമ്പിൻ്റെ പകുതി കണ്ടാൽ, മൂർഖൻ പാമ്പിനെ കണ്ടാൽ, അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പാമ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാമ്പ് ഏത് രീതിയിലുള്ള പാമ്പാണെങ്കിലും അതിലൊരു ശത്രു എന്നുള്ളൊരു ചെറിയൊരു ഭാഗയിലുണ്ടാകും. ശത്രുവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യാഖ്യാനമായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ പാമ്പിനെ പിടിക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? പല ആളുകൾ കാണുന്നതും വ്യാഖ്യാനം അന്വേഷിക്കുന്നവരാണ് ഇതിനെക്കുറിച്ചിട്ട്, പാമ്പിനെ കുറിച്ചിട്ട്. അത് ഏത് പാമ്പിൻ്റെ വിഷയത്തിലാണ്, പാമ്പിൻ്റെ സ്വപ്നം കണ്ടാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ പൊതുവെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നാമൊക്കെ പറയാറുള്ളത് ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ ശത്രുദോഷം ഉണ്ടാകും എന്നൊക്കെയാണ്. അപ്പോൾ പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ എന്ന് കരുതിയിട്ട് അതിന് ശത്രുക്കളുണ്ട് എന്നാണെന്നില്ല. അപ്പോൾ പാമ്പിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മഹാനായ നാബൽസി എന്നവരോടൊരു കിതാബിൽ പറയുന്നുണ്ട്, 150 പേജിൽ. എന്താണ് പറയുന്നത്? ഒരാൾ പാമ്പിനെ പിടിക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നത്തിൽ കാണാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം അവൻ്റെ ശത്രുവിൽ നിന്നും സമ്പാദ്യം കിട്ടുമെന്നാണ്. നമ്മുടെ ശത്രു ഉണ്ടാവില്ല, ആ ശത്രുവിൽ നിന്ന് നമുക്ക് സമ്പാദ്യം കിട്ടും. ഇപ്പോൾ ശത്രു ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സമ്പാദ്യം നമുക്ക് കിട്ടുക, അങ്ങനെ ആവാം. അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ശത്രുവിൽ നിന്നും സമ്പാദ്യം കിട്ടും എന്നാണ് മഹാനായ ഷെയ്ഖ് ഇമാം നാബൽസി എന്നവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.